അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുതുബി 54. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഷാരിന്റെ ഖൗലാണ് ചർച്ച. അമ്മാ തസ്മിയത്തു ദലാലത്തി ഊല. ഒന്നാമത്തെ ദലാലത്ത്, ഒരു ലഫ്ദ് മൗദൂദായ മാനാന്റെ മേലിൽ അറിയിക്കുക, ഇൻസാന് ഹൈവാനാത്തിക്കിന്റെ മേൽ അറിയിക്കുക. അതിന് കാരണം നമ്മൾ മുതാബക്കിയായ ദലാലത്ത് എന്ന് പറഞ്ഞത്. എന്നവ അമ്മാ തസ്മിയത്തു ദലാലത്തിൽ ഊല, ഇവരുള്ള ഒന്നാമത്തെ ദലാലത്തിനക്ക് പേര് വെച്ചത് ൂല. അതായത് അമ്മാ തസ്മിയത്തു ദലാലത്തിൽ ഊല, ഒന്നാമത്തെ ദലാലത്തിനക്ക് ഇവിടെ പേര് വെച്ചത് ബിൽ മുതാബഖത്ത്. മുതാബഖത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം വലി അന്നൽ ലഫ്ള, തീർച്ചയായിട്ടും ഒരു ലഫ്ള് അല്ലെങ്കിൽ ആ മുതാബഖിയ ദലാലത്ത് കൊണ്ട് അറിയിക്കപ്പെടുന്ന ലഫ്ള് മുതാബിഖുൻ, അത് യോജിക്കുന്നതാണ്. ഐ മുവാഫിഖുൻ, അത് യോജിച്ചു വരും. എന്തിനോട്? ഈ തമാമി മാ ഉദിയ ലഹു, മൗദൂദായ മാനാന്റെ തമാമിയത്തിനോട് യോജിച്ച് വരുന്നതാണ്. അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞപ്പോൾ ഇൻസാന് എന്നുള്ളത് ഹൈവാനാത്തിക്കിന്റെ മേൽ അറിയിക്കുക. അപ്പൊ ഇൻസാനിനെ ഹൈവാനാത്തിക്കിന്റെ മേൽക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനോട് പൂർണ്ണമായും പിന്നെ യോജിച്ചുകൊണ്ട് വരിക. അപ്പൊ അതുകൊണ്ടാണ് മുതാബക്കിയായ ദലാലത്ത് എന്ന് പേര് വെച്ചത്. ഇനി ആ മുതാബക്കിയായ ദലാലത്തിന്റെ ലുഗവിയായ മാന വിശദീകരിക്കുക. എന്നാൽ മിൻ കൗലിഹിം, അറബികളെ കൗലിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഈ മുതാബഖത്ത്. എന്താണ് അവർ പറയാറുള്ളത്? അതായത് താബക്കൻ നാജ് ബിന്നാരി എന്ന് പറയും. ഒരു ചെരുപ്പ് മറ്റൊരു ചെരുപ്പിനോട് യോജിച്ചു. ഇതാ ഗവാഫൊക്കെ നാമോ യോജിച്ചു വന്നു, രണ്ട് ചെരുപ്പും സമാസമായിട്ട് വന്നു എന്ന്. അപ്പൊ അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുതാബക്കിയ ദലാലത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം ദാലാകുന്ന ലഫ്ള് മൗദൂദായ മാനാനോട് ഇതിന്റെ മേൽ അറിയിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? നമ്മളിപ്പോ ഈ പറഞ്ഞ രൂപത്തിലാണ് അറിയിക്കുന്നത്. എന്നാൽ അമ്മ തസ്മിയത്ത് ദലാലത്തി സാനിയ, രണ്ടാമത്തെ ദലാലത്തിനക്ക് പേര് വെച്ചത് എന്തുകൊണ്ടാണ് പേര് വെച്ചത്? തളമ്മുനി, തളമ്മുനിയായ ദലാലത്ത് എന്ന് പേരുകൊണ്ട് പേര് വെക്കാനുള്ള കാരണം വലി അന്നൽ ജുസ് അൽ മാനൽ മൗദൂഇലോ, മൗദൂദായ മാനാന്റെ ജുസ് ആകുന്നത് ഇപ്പൊ ഇൻസാന് ഹൈവാന്റെ മേൽ അറിയിക്കുക അല്ലെങ്കിൽ നാത്തിക്കിന്റെ മേൽ അറിയിക്കുക. അപ്പം മൗദൂദായ മാനാന്റെ ജുസ് ആകുന്നത് ദാഖിലൻ, അത് പ്രവേശിക്കുന്നതാണ്. മനസ്സിലായ? ഫീ ഉന്നിഹി, ആ മൗദൂദായ മാനായില് എന്ത് ചെയ്യും? അത് ഉൾക്കൊള്ളും. എന്തായില്ലേ? മൗദൂദായ മാന ഇപ്പൊ ഇൻസാൻ ഹൈവാനാത്തിക്കിന്റെ മേൽ അറിയിക്കുമ്പോ ഹൈവാനി എന്നുള്ളത് ഏതാണ്? മൗദൂദായ മാന. അതായത് പിന്നെ മൗദൂദായ മാനാന്റെ ജുസ് ആണ്. ഈ മൗദൂദായ മാനാന്റെ ജുസ് ആവുന്ന ഈ ഹൈവാനി എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്നു? അതായത് ഇൻസാന്റെ യഥാർത്ഥ മാനാവുന്ന ഹൈവാനാത്തിക്ക്, ആ ഹൈവാനാത്തിക്കില് ദാഖിലായിട്ട് വന്നു. അതെ. അപ്പൊ അതുകൊണ്ട് തളമ്മുനിയ ദലാലത്തിന് പേര് വെച്ചു. അപ്പോൾ അപ്പൊ ഈ പറയപ്പെട്ടതായ ഈ രണ്ടാമത്തെ ദലാലത്ത് എന്നത് അറിയിക്കലാണ് അലാമ, ഒരു മാനാന്റെ മേല്. എവിടെയുള്ള മാന? ഈ നിന്നിൽ മാനൽ മൗദൂഇലോ, മൗദൂദായ മാനാന്റെ നിന്നിലുള്ള ഒരു മാനാന്റെ മേൽ എന്ത് ചെയ്യാം? അറിയിക്കുക. ഇൻസാനി എന്നുള്ളത് ഹൈവാനാത്തിക്ക് എന്നുള്ള മൗദൂദായ മാനയിൽ നിന്ന് ഹൈവാന്റെ മേൽ അറിയിക്കുക, അല്ലെങ്കിൽ നാത്തിക്കിന്റെ മേല് അറിയിക്കുക. അൽഹംദുലില്ലാഹ്. എന്നവ അമ്മ തസ്മിയത്തു ദലാലത്തി സാലിസ, മൂന്നാമത്തെ ദലാലത്തിനക്ക് പേര് വെച്ചത് ഇൽത്തിസാമി, ഇൽത്തിസാമു എന്നതുകൊണ്ട് പേര് വെക്കാനുള്ള കാരണം
കാരണം മൂന്നാമത്തെ ദലാലത്ത് ഇൽത്തിസാമിയ ദലാലത്ത് എന്നുള്ള പറഞ്ഞത്. അതിന് കാരണം എന്താ? ഫലി അന്ന ലഫ്ള, തീർച്ചയായിട്ടും ഒരു ലഫ്ള് ലാ യദുല്ലു, അത് അറിയിക്കുകയില്ല, അലാമാ, എന്തിന്റെ മേലെ അറിയിക്കൂല, അലാ ലാ യദുല്ലു, അത് അറിയിക്കുകയില്ല, അലാ കുല്ലി അംരിൻ, എല്ലാ കാര്യത്തിന്റെ മേലും ഒരു ലഫ്ള അറിയിക്കൂല. എങ്ങനത്തെ ലഫ്ളാണ്? എങ്ങനത്തെ പിന്നെ അമ്രാണ് ഖാരിജിന്ന് അത് പുറപ്പെട്ടതായ എങ്ങനെ അൻമാന ഒരു മൗദൂലോ കണ്ട മൗദൂലോയായ മാനാന്റെ തൊട്ട് ഖാരിജിയായ എല്ലാറ്റിന്റെ മേലും ഏത് അറിയിച്ചോളണമെന്നില്ല, ലഫ്ള് അറിയിച്ചോളണമെന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പം ഇൻസാനിക്ക് ആയവാനാത്തിക്ക് അപ്പൊ ഇൻസാന്റെ ദാത്തിനിക്ക് ലാസിമാകുന്ന അതല്ലാത്ത ഇൻസാനിന്റെ ദാത്തിനിക്ക് ആവശ്യമല്ലാത്തതായ കാര്യങ്ങൾ അത് എല്ലാറ്റിന്റെ മേലും അറിയിച്ചോളണമെന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ ഏതിന്റെ മേലെ അറിയിക്കുക? ബൽ, എങ്കിലും അത് അറിയിക്കും. എന്തിന്റെ മേലെ അറിയിക്കും? അല്ലെങ്കിൽ ഖാരിജി, ആ മൗദൂഅായ മാനാദത്ത് ഖാരിജിയായ മാനാന്റെ മേലെ അറിയിക്കും. അതോടുകൂടി അല്ലാസിമി, ആ ഖാരിജിയായ മാന ലാസിമായ ഏതിനിക്ക് ലാസിമാവും? ലഹു, ആ മൗദൂഅായ മാനാക്ക്. അപ്പൊ മൗദൂഅായ മാനാക്ക് ലാസിമായ ഖാരിജിയായ മാനാന്റെ മേലെ എന്ത് ചെയ്യുന്നു? അറിയിക്കും. ഇനി വേറെ മസല, വൈന്നമാ കയ്യത, ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി കൈത് കൊടുത്തു. ഹുദൂദ ദലാലാത്തി സലാത്തി, 3 ദലാലത്ത്, മുതാബഖിയായ ദലാലത്ത്, തളമ്മുനിയായ ദലാലത്ത്, ഇൽതിസാമിയായ ദലാലത്ത്. ഈ പറയപ്പെട്ട ദലാലത്തിനൊക്കെ പേര് കൈത് കൊടുത്തു. എങ്ങനെയാണ് കൈത് കൊടുത്തത്? ബി തവസ്സുത്തിൽ വളരെ വാസ്യതയാവുക എന്ന അടിസ്ഥാനത്തിൽ. കാരണം വളീന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിലേത് ഈ മുതാബഖിയ ദലാലത്തും തളമുനിയ ദലാലത്തും ഒക്കെ അതിനടിസ്ഥാനത്താണ്. വളു തന്നെ ഒരു ലഫ്ള് മാനാക്ക് വേണ്ടി വെക്കണം. അപ്പോഴല്ലേ മൗദൂഅ മാനാന്റെ പിന്നെ പൂർണ്ണമായ മാനാന്റെ മേലെ അറിയിക്കൊള്ളും, അല്ലെങ്കിൽ ജുസിന്റെ മേലെ അറിയിക്കൊള്ളും, അല്ലെങ്കിൽ ഖാരിജിന്റെ മേലെ അറിയിക്കൊള്ളും. ഈ 3 രൂപത്തിൽ അറിയിക്കലും ഉണ്ടാവണമെങ്കിൽ ലഫ്ളിന് ഒരു വധു വേണ്ടേ? അല്ലെങ്കിൽ അതായത് ലഫ്ളിന് മാനാക്ക് വേണ്ടി വെക്കണമല്ലോ. അപ്പൊ ആ മാനാക്ക് വേണ്ടി വെച്ചാലല്ലാതെ ഈ 3 ദലാലത്തും അവിടെ ഉണ്ടാവില്ല. കാരണം ഈ അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലൗലം യുഖയ്യദ് ബിഹി, ഇതുകൊണ്ട് ഇവിടെ കൈത് വെക്കപ്പെട്ടില്ലാന്ന് വെക്കുക. ഏത്? ഈ 3 ദലാലത്ത് ഉണ്ടല്ലോ, ഈ 3 ദലാലത്തിന്റെയും താരീഫ് പറഞ്ഞെടുത്ത് തവസ്സുത്തുൽ വദ് എന്ന് കഴിഞ്ഞൊന്നുകൊണ്ട് കൈത് കൊടുത്തില്ല. അങ്ങനെ കൈത് കൊടുക്കാതെ വന്നാൽ ഹദ്ദു ബഅദി ദലാലത്ത്, ദലാലത്തിൽപ്പെട്ടതായ ചിലതിന്റെ താരീഫ് എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. ബഅദ് കൊണ്ടിട്ട് അതിനെച്ചാൽ തളമുനിയ ദലാലത്ത് വരാൻ പറ്റും, അപ്പൊ ഇൽതിസാമി ദലാലത്ത് വരാൻ പറ്റൂല. അങ്ങനെ ആ വിഷയം വിശദീകരണം വരും. എങ്കിൽ അതായിരിക്കാം ഈ പറഞ്ഞ വിശദീകരണം. ഏത് പറഞ്ഞ വിശദീകരണം? അതായത് ചില ദലാലത്തിൽപ്പെട്ടതായ ചിലതിന്റെ താരീഫ് എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ? എങ്കിൽ ആ പറഞ്ഞ വിഷയം ഈ ജവാസി, ജായിസായ കാരണത്തിന് വേണ്ടിയിട്ടാണ് അയ്യക്കോന ലഫ്ള്, ഒരു ലഫ്ള് ആവാം. എന്താവാം? മുശ്തറക്കൻ, കൂറാക്കപ്പെട്ടതായിട്ട് വരാം. ബൈനൽ ജുസി വഴി കുല്ലി, മനസ്സിലായില്ലേ? കുല്ലിന്റെയും ജുസിന്റെയും ഇടയിൽ കൂറാക്കപ്പെട്ടിട്ട്, അതായത് കുല്ലിനുക്കും പറയാൻ പറ്റും ഒരു ഭാഗത്തിലൂടെ, ജുസീനുക്കും എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഉദാഹരണം പോലെ ഏതുപോലെ? കൽ ഇംകാനി, ഇംകാനി എന്ന് പറഞ്ഞതായ പദം പോലെ. ഇംകാനി എന്ന് പറഞ്ഞതായ പദം, ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ള്. ഫൈനോ, തീർച്ചയായും ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ള് മൗദൂഅൻ, അത് വെക്കപ്പെട്ടതാണ്. ഇംകാനിന്റെ ഖാസി, ഇംകാനുൽ ഖാസി ശരിയല്ലേ? ഇംകാന് എന്നുള്ളതിനു വേണ്ടി വെക്കപ്പെട്ട എന്നത് ഇംകാനുൽ ഖാസിനിക്കും വേണ്ടി പറയാം, ഇംകാനുൽ ആമിനിക്ക് വേണ്ടിയിട്ടും പറയാം. പറ്റൂല? ഇംകാൻ ആമാണ്, ആ ഇംകാനിൽപ്പെട്ട ഒന്നാണ് ഇംകാനുൽ ഖാസ്, മറ്റൊന്നാണ് ഇംകാനുൽ ആമ്. അപ്പൊ ഇംകാനുൽ ആമിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാ? പറയാം. എന്ത്? ഇംകാനുൽ ആമല്ല, ഇംകാനുൽ ഖാസ്. ഇംകാനുൽ ഖാസ് എന്താ കാരണം? ഇംകാനുൽ ഖാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൽബുൽ ദറൂറത്തിയാണ് തെർഫേനി, 2 തെർഫയത്തോട്ടും എന്ത് ചെയ്യാം? ദറൂറത്തിന് എന്ത് ചെയ്യാം? പിന്നെ സൽബ് ചെയ്യാം. 2 തെർഫയത്തോട്ടും ദറൂറത്തിന് എന്ത് ചെയ്യാം? സൽബ് ചെയ്യാം. 2 തരം ഈജാബിന്റെ ഇജാബിയായിട്ടും അതുപോലെ സെൽബിയായിട്ടും.
മനസ്സിലായില്ലേ? ഇജാബിയായിട്ടും അതുപോലെ തന്നെ സെൽബിയായിട്ടും ദർവത്തിന് എന്ത് ചെയ്യാം, സെൽബി ചെയ്യാം. ഇതിനേക്കാണ് സത്യത്തിൽ എന്തെന്ന് പേര് പറയാ, ഇംകാനുൽ ഖാസ എന്ന് എന്ത് ചെയ്യാം പറയാം. ഉദാഹരണമൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വലിൽ ഇംകാനിലാമി, അതേപോലെ ഇംകാനുലാമി എന്നുള്ള ലഫ്ദിനും ഏത് വെക്കും, ഈ ഇംകാനി എന്നുള്ളത് വെക്കും. എങ്ങനത്തെ ഇംകാനുലാമാണ്? ഓവ സെൽബുൽ ദറൂറത്തി അൻ അഹദി തർഫൈനി, രണ്ട് തെർഫിൽപ്പെട്ടതായ ഏതെങ്കിലും ഒരു തെർഫിനെ തൊട്ട് ദറൂറത്ത് എന്ത് ചെയ്യുക, സെൽബ് ചെയ്യുക. ഒരുപക്ഷെ ഇജാമിന്റെ അല്ലെങ്കിൽ എന്താണ് സെൽബിന്റെ, മനസ്സിലായ നഫി, അതിന്റെ പിന്നെ ദറൂറത്തിന് എന്ത് ചെയ്യുക, സെൽബ് ചെയ്യുക. ഇപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാല് വായൂന ലഫ്ളു, അതോടുകൂടി ഇത് ലഫ്ള് ആവാം. എന്താവാം? മുഷ്തറക്കൻ, അത് കൂറാക്കപ്പെട്ടിട്ട് വരാം. എവിടെ കൂറാക്കപ്പെടും? ബൈനൽ മൽസൂമി, മൽസൂമിന്റെ ഇടയിലും ലാസിമിന്റെ ഇടയിലും. ഒരു സാധനം തന്നെ ഒരു ലഫ്ളിന് എന്തായിട്ട് വരാം, മൽസൂമായിട്ടും വരാം ലാസിമായിട്ടും വരാം. ഇപ്പൊ ഏതുപോലെ ഒരു ഉദാഹരണം പറയാം, കശംസി, ഷംസി എന്ന് പറഞ്ഞതായ വാക്ക് ലഫ്ള്, പിന്നെ ഈ ഷംസി എന്നുള്ള ലഫ്ള് മൗളൂഅൻ, അത് വെക്കപ്പെട്ടതാണ്. ഈ ജുർമി, ഒരു തടിക്ക്, ഷംസി എന്ന് പറഞ്ഞ ഒരു തടിയാണ്. വലിയ ലൗഇ, അതുപോലെ തന്നെ പ്രകാശത്തിനും എന്ത് ചെയ്യാം പറയാം. ഷംസി എന്ന് പറഞ്ഞ തടി എന്ന് പറയാം. എനിക്ക് പ്രകാശഗോളം എന്നുള്ള അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചും എന്തെന്ന് പറയാം, ഷംസ് ഷംസ് എന്ന് എന്ത് ചെയ്യാം പറയാം. മനസ്സിലായില്ലേ? ഷംസി എന്ന് പറഞ്ഞാല് അത് ജുർമിനിക്ക് വേണ്ടിയിട്ടും വെക്കപ്പെട്ടതാണ്, ലൗഇനക്ക് വേണ്ടിയിട്ടും. എങ്കിൽ വഴി തസവ്വുറാക്കപ്പെടും. മിൻദാലിക, ഈ പറഞ്ഞതായ വിവരണങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, മനസ്സിലാക്കപ്പെടുന്നതാണ്. ഈ പറഞ്ഞ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. എന്താണ് മനസ്സിലാക്കപ്പെടുക? തസവ്വുറാക്കപ്പെടും. ഏത്? സൂറുൻ അർബഅ, 4 രൂപം ഉണ്ടാവും. വിശദീകരണം പറയാൻ പോവാണ്. ഏതാണ് ആ 4 രൂപം? അൽ ഊല, ഒന്നാമത്തെ രൂപമാകുന്നത് അയ്യുത്തുലക ലഫ്ളുൽ ഇംകാനി, ഇംകാനി എന്നുള്ള ലഫ്ളിന് എന്ത് ചെയ്യുക പറയാം. ഇംകാനി എന്നുള്ള ലഫ്ളിനെ പറയപ്പെടുക. എന്നിട്ട് വയുറാദ ബിഹി, ആ ഇംകാനി എന്നുള്ള ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കപ്പെടും ചെയ്യും. എന്തിനാ ഉദ്ദേശിക്കപ്പെടുക? അൽ ഇംകാനുൽ ആമു, ഇംകാനുൽ ആമിന് എന്ത് ചെയ്യുക ഉദ്ദേശിക്കുക. ഇംകാനി എന്നുള്ള ലഫ്ള് പറയാ, എന്നിട്ട് അതുകൊണ്ട് ഇംകാനുൽ ആം ഉദ്ദേശിക്കുക. ഒരു അമ്ര. രണ്ടാമത്തെ അമ്ര എന്താണ്? വസാനിയത്ത്, രണ്ടാമത്തെ അമ്ര അയ്യുത്തിലക്ക, ഒരു ലഫ്ലിനെ പറയപ്പെടാം. എന്നിട്ട് അങ്ങനെ വെച്ചാൽ ഇംകാൻ എന്നുള്ള ലഫ്ല് പറയപ്പെടുക, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക വയുറാദ ബിഹി അൽ ഇംകാനുൽ ഖാസ്, എന്നെ ഉദ്ദേശിക്കപ്പെടുക ഇംകാൻ ഖാസിനെ ഉദ്ദേശിക്കപ്പെടുക. പിന്നെ വസാലിസത്തു, മൂന്നാമത്തെ വിഷയം അയ്യുത്തിലക്ക ലഫ്ലു ഷംസി, ഷംസി എന്നുള്ള ലഫ്ലിനെ പറയപ്പെടുക. എന്നിട്ടോ ഫയാനി ഫയുനാബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക അൽ ജുർമുല്ലദി ഹുവൽ മൽസൂം, മൽസൂമാകുന്ന ജുർമിന് എന്ത് ചെയ്യുക ഉദ്ദേശിക്കുക. ജുർമിനെ തടി വറാബിയത്തു, നാലാമത്തെ രൂപം എന്താണ്? അയ്യുത്തിലക്ക ഒരു ലഫ്ലിനെ പറയപ്പെടുക. എന്നിട്ട് ഫയുനാബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക അല്ലൗ, ഒരു ലൗഇനെ. എങ്ങനത്തെ ലൗ ആണ്? അല്ലാസിമു, ലാസിമായ. ഇവിടെ എന്തൊക്കെ പറഞ്ഞത്? ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് 4 വിഷയം മനസ്സിലായി. ഒന്നാമത്തെ വിഷയം എന്താണ്? ഇംകാനി എന്നുള്ള ലഫ്ള് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇംകാനുൽ ലാമിനെ ഉദ്ദേശിക്കാം. രണ്ടാമത്തത് ഏതാണ്? ഇംകാനി എന്നുള്ള ലഫ്ള് പറഞ്ഞിട്ട് ഇംകാനുൽ ഖാസ് ഉദ്ദേശിക്കുക. മൂന്നാമത്തത് ഷംസി എന്നുള്ള ലഫ്ള് പറഞ്ഞിട്ട് മൽസൂമാകുന്ന ജുർമ് ഉദ്ദേശിക്കുക. പിന്നെ അതേപോലെ തന്നെ ഷംസി എന്നുള്ളതായ ലഫ്ള് പറയാം, എന്നിട്ട് അതുകൊണ്ട് ഏത് ഉദ്ദേശിക്കുക? ലാസിമ് എന്ന് പറഞ്ഞതായ ലൗഇൻ എന്ത് ചെയ്യുക ഉദ്ദേശിക്കുക. എങ്കിൽ വൈദാ തഹഖഖത്, വൈദാ തഹഖഖത് ഉറപ്പായാലും, ആദിഹി സുവറു, ഈ പറയപ്പെട്ട രൂപങ്ങൾ ഉറപ്പായാലും, നമ്മളിപ്പോ ഈ പറയപ്പെട്ട രൂപങ്ങൾ ഉറപ്പായി, ഈ 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എങ്കിൽ ഇതിപ്പോ നമ്മൾ മനസ്സിലായില്ല. എങ്കിലിപ്പോ ഞാൻ പോലും ഇനി നമ്മൾ പറയാൻ പോവുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്?
ലൗലം യുക്കയ്യത് ഇവിടെ കൈത് കൊടുക്കപ്പെടുന്നില്ല എങ്കിൽ ഹദ്ദു ദലാലത്തിൽ മുതാബക്കിയായ ദലാലത്തിനക്ക് നമ്മൾ പറയുന്നതല്ല തവസ്സുത്തിൽ വകയുണ്ടല്ല, ആ വകഴി എന്ന് പറഞ്ഞത് കൊണ്ട് കൈത് കൊടുത്തില്ല. ബി കൈത് തവസ്സുത്തിൽ വകഴി എന്ന് പറഞ്ഞ തവസ്സുത്തിന്റെ വകഴി എന്ന് പറഞ്ഞ തവസ്സുത്തിന്റെ കൈത് കൊണ്ട് എന്ത് ചെയ്തില്ല, കൈത് കൊടുത്തില്ല. അതുകൊണ്ട് ഒരു ലഫ്ലിനെ ഒരു മൈനാക്ക് വേണ്ടിയിട്ട് വെക്കണം എന്നുള്ള ആ രൂപം മനസ്സിലായില്ല. എന്നെന്ത് ചെയ്തില്ല, കൈത് കൊടുത്തില്ല എന്ന് വെക്കുക. അങ്ങനെ കൈത് കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വരും? ലന്തക്കല ബിദലാലത്തി തളമ്മുനി വലിൽത്തിസാമി. ലന്തക്കല മുതാബക്കിയായ ദലാലത്ത് പൊളിഞ്ഞു പോകും. മുതാബക്കിയായ ദലാലത്ത് എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. ബിദലാലത്തി തളമ്മുനിയായ ദലാലത്തിന്റെ കാരണമായിട്ടും വലിൽത്തിസാമിയായ ദലാലത്തിന്റെ കാരണമായിട്ടും. മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ട രണ്ട് ദലാലത്ത് കാരണമായി മുതാബക്കിയായ ദലാലത്ത് എന്താവും? ക്യാൻസൽ ആയിപ്പോ, ഡിലീറ്റ് ആയിപ്പോ. ഇനി അത് വിശദീകരിക്കുകയാണ്. ഈ മുതാബക്കിയായ ദലാലത്തിന് വധു എന്നുള്ളതായ കൈത് തവസ്സുത്തിന്റെ കൈത് അവിടെ കൊടുത്തിട്ടില്ല എങ്കിൽ പറഞ്ഞല്ലോ തളമ്മുനിയായ ദലാലത്ത് പ്രശ്നം വരുമെന്ന് പറഞ്ഞില്ല. എങ്കിൽ ആ തളമ്മുനിയായ ദലാലത്ത് ഇല്ലാതെയാവാനുള്ള മാർഗം അമ്മലിന്തിക്കാതുബി ദലാലത്തി തളമ്മുനി, തളമ്മുനിയായ ദലാലത്ത് പൊളിഞ്ഞു പോവാനുള്ളതായ കാരണം വരെയല്ലോ തീർച്ചയായിട്ടും കാര്യം ഇതാ ഉത്തിലിക്ക ലഫ്ദുൽ ഇംകാനി. നല്ല മനസ്സിലാക്കി. ഇംകാനി എന്നുള്ള ലഫ്ദിന് എന്ത് ചെയ്ത് പറയപ്പെട്ടു? നമ്മൾ ഇംകാനി എന്നുള്ളതല്ല, ആ ഇംകാനി എന്നുള്ള ലഫ്ദ് പറയപ്പെട്ടു. എന്നിട്ട് ഉരീദ ബിഹി അൽ ഇംകാനുൽ ഖാസ്, അതിനക്ക് ഇംകാനുൽ ഖാസ് എന്നുള്ള മാന ഉദ്ദേശിച്ചു. ഇംകാനി എന്നുള്ള ലഫ്ദ് ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് ഏത് ഉദ്ദേശിക്കുക? ഇംകാനുൽ ഖാസിനെ ഉദ്ദേശിക്കുക. ഈ ഇംകാനുൽ ഖാസ് അപ്പം എന്തായി? ഈ ഇംകാനി എന്ന് പറഞ്ഞ ലഫ്ദിന്റെ മൗദൂദായ മാനയായി. സത്യത്തിൽ ഇംകാനുൽ ഖാസ് എന്നുള്ളത് മൗദൂദായ മാനല്ലത്. ഇംകാനി എന്നുള്ളതിന്റെ മൗദൂദായ മാനല്ല, അതിന്റെ ലാസിമിയായ മാനല്ലേ, അതാണ്. അപ്പൊ ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ദ് കൊണ്ട് ഇംകാനുൽ ഖാസ് ഉദ്ദേശിച്ചാൽ അവക്കാന ദലാലത്തുഹു, അപ്പൊ ഈ ഇംകാനി എന്നുള്ള ലഫ്ദ് അറിയിക്കലാകും. അൽ ഇംകാനുൽ ഖാസ്, ഇംകാനുൽ ഖാസിന്റെ മേൽ അറിയിക്കലാകും. എന്താകും? ശരിയല്ലേ? സത്യത്തിൽ ഇംകാനുൽ ഖാസ് മുതാബക്കിയല്ലല്ലോ, പക്ഷെ എന്തായി വന്ന് തബക്കിയായി, തളമ്മുനിയായ ദലാലത്ത് പൊളിഞ്ഞു പോയിന്ന്. പിന്നെ അതേപോലെ തന്നെ വാദൽ ഇംകാനി, മനസ്സിലായില്ലേ? ഇനി ഇംകാനിന്റെ മേല് പറയാം. എന്താ പറഞ്ഞത്? ഇംകാൻ എന്നുള്ള ലഫ്ദ് പറഞ്ഞു. എന്നിട്ട് ആ ഇംകാൻ എന്ന ലഫ്ദ് പറഞ്ഞിട്ട് ഇംകാനുലാം ഉദ്ദേശിക്കുക. ഇംകാനുലാം എന്ത് ചെയ്യുക? ഉദ്ദേശിക്കുക. ഏതടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുക? തളമ്മുനിയൻ. തളമ്മുനിയൻ നേരത്തെ പറഞ്ഞു, അങ്ങനത്തെ തളമ്മുനിയ ദലാലത്താണല്ലോ. തളമ്മുനിയായിട്ട് എന്ത് ചെയ്യുക? ഇംകാനുലാമിന്റെ മേല് ഉദ്ദേശിക്കുക. തളമ്മുനിയ ദലാലത്തായിട്ട്. അപ്പൊ ഈ തളമ്മുനിയ ദലാലത്തായിട്ട് വെക്കുമ്പോ വയസ്തുക്വാനിയ, അപ്പൊ ഈ പറയപ്പെട്ട ഈ ദലാലത്തിന്റെ മേലിൽ എന്ത് ചെയ്യും? പറയാൻ പറ്റും അന്നഹ, തീർച്ചയായിട്ടും ഈ ദലാലത്ത് ലഫ്ദി അതിൽ മാനൽ മൗദൂലോ, ഒരു ലഫ്ദ് അതിന്റെ മൗദൂലായ മാനാക്ക് വേണ്ടി അറിയിക്കുക എന്ന് പറയാൻ പറ്റൂലേ? പറ്റും, പറ്റായൊന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഇംകാനുൽ ആമ് എന്ന് പറയുന്നത് എന്തല്ല? അതിന്റെ മൗദൂലായ മാനല്ല, അല്ലെങ്കിൽ ആദ്യമാവുന്ന ഇൽത്തിസാമിയായ മാനയാണ്. എന്തേ പറഞ്ഞ് എവിടെ വാലൽ ഇംകാനുലാമി, ഇംകാനുലാമിന്റെ മേല് പറയും. എങ്ങനെ? തളമ്മുന നിലക്ക്. അപ്പൊ ഈ പറഞ്ഞ ഇംകാനുലാമിന്റെ മേലില് ഇംകാൻ എന്നുള്ള ലഫ്ദ് പറയുമ്പം അതെന്തായി വന്ന് ഒരു ലഫ്ദ് മൗദൂലായ മാനാന്റെ മേൽ അറിയിക്കലാണ്. അതിന് കാരണം എന്താണ്? ഈ അന്നൽ ഇംകാനുൽ ആമി, തീർച്ചയായിട്ടും ഇംകാനുൽ ആമി എന്ന് പറയുന്നത് മിമ്മ അത് ഒന്നിൽപ്പെട്ടതാണ്. ഉദിയ ലഹു അതിനക്ക് വേണ്ടി വെക്കപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഇംകാൻ എന്നുള്ളതായ ലഫ്ദിന്. ഇംകാൻ എന്നുള്ളതായ ലഫ്ദിന് വെക്കപ്പെട്ടതായ ഒരു മാന, ആ മാനയിൽപ്പെട്ടതാണ് ഇത് ഇംകാനുൽ ആമ് എന്ന് പറയുന്നത്. കാരണം ഇംകാനിനക്കുള്ള ഒന്നല്ല ഇംകാനുൽ ആമ്, ഇംകാനിനക്കുള്ളതാണല്ലോ ഇംകാനുൽ ഖാസ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഫയദ്ഖുലു ഫീ ഹദ്ദി ദലാലത്തിൽ മുതാബക്കി, മുതാബക്കിയായ ദലാലത്തിന്റെ തഅരീഫിൽ
പ്രവേശിക്കും. ദലാലത്തു തളമ്മുനി, തളമ്മുനിയ ദലാലത്ത് പ്രവേശിച്ചില്ലേ? കാരണം തളമ്മുനിയ ദലാലത്ത് പ്രവേശിച്ചാൽ ഇംകാൻ ഖാസിന്റെ മേൽ അറിയിക്കാൻ നോക്കുമ്പോ അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫലായക്കൂനു മാനി ആ അപ്പൊ താരീഫ് എന്തായില്ല? മാനിയായ ഇത് മുതാബക്കിയ ദലാലത്തിന്റെ താരീഫ് എന്താവൂല? മാനിയാവൂല. മാനി എന്ന് പറഞ്ഞാല് അതായത് മഹദൂദിന്റെ പിന്നെ ഫർദുകളല്ലാത്ത ഫർദ് പ്രവേശിക്കുന്നതിനൊരു തടയാ. മനസ്സിലായില്ല? ഇനി നമ്മൾ എന്ത് ചെയ്ത് വൈദാ കയ്യതിനാവൂ ഈ പറഞ്ഞ മുതാബക്കിയ ദലാലത്തിൽ നമ്മൾ കൈത് കൊടുത്ത്. എന്തുകൊണ്ട് കൈത് കൊടുത്ത്? വിധവസത്തിൽ മതി അത് എന്നുള്ളതായ വാസിഫിന്റെ അടിസ്ഥാനത്തിൽ മിന്നൈസു ഇന്നഹും മൗദൂലഹും അങ്ങനെ വെക്കുമ്പോ ഖർജത്ത് പുറപ്പെടുന്നതാണ്. എന്ത് പുറപ്പെടും? തിൽക്ക ദലാലത്ത്, ആ ദലാലത്ത് പുറപ്പെടും. അൻഹു ആ ലഫ്ദിനെ തൊട്ട് എന്ത് ചെയ്യും? ദലാലത്ത് പുറപ്പെടും. എന്ത് കൈതോർത്ത്? വദ്ഇ എന്നുള്ളതായ കൈത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് ഈ ഇംകാനി എന്ന് പറയുന്നതിന്റെ പിന്നെ വദ്ഇ അല്ല, യഥാർത്ഥ മൗദൂഅമാനല്ല ഇംകാനു ലാമും ഇംകാനു ഖാസും. അവർ പ്രശ്നം വരൂല. അപ്പം പ്രശ്നം വരൂല. അതാണ് ഖർജത്ത് തിൽക്ക ദലാലത്ത്. കാരണം എന്താ? ദലാലത്ത് ലഫ്ദിൽ ഇംകാനി, ഇംകാനി എന്നുള്ള ലഫ്ദ് ഇംകാനു ലാമിന്റെ മേൽ അറിയിക്കല്. എവിടെ അറിയിക്കുക? ഫീ തിൽക്ക സൂറത്ത്, ഈ സൂറത്ത് അത് ഒരു ലഫ്ദ് ഇംകാനി എന്നുള്ള ലഫ്ദാകുക. അത് ഇംകാനു ഖാസിന്റെ മേൽ അറിയിക്കും ചെയ്യുക. അന്ന ദലാലത്തെ ലഫ്ദ് ഇംകാനി എന്നുള്ള ലഫ്ദ് അറിയിക്കലാകുന്നത് അത് ഇംകാനുലാമിന്റെ മേൽ അറിയിക്കാം. ഈ തിൽക്ക സൂറത്ത് ഈ പറയപ്പെട്ട രൂപത്തില്, ഈ പറയപ്പെട്ട രൂപം എന്ന് പറഞ്ഞാല് ഇവിടെ ലഫ്ദ് ഇംകാൻ എന്നുള്ള ലഫ്ദാണല്ലോ. ആ അടിസ്ഥാനത്തിൽ സത്യത്തിൽ വൈൻകാനത്ത് ദലാലത്ത് ലഫ്ദ് ഒരു ലഫ്ദ് അറിയിക്കലായാലും ശരി, അല്ല വൈൻകാനത്ത് ഇവിടെ ഉള്ള ദലാലത്ത് ആയി, ദലാലത്ത് ലഫ്ദിൽ മൗദൂഅമാനാന്റെ മേൽ ലഫ്ദ് അറിയിക്കലായി. ഇപ്പൊ ഇൻസാനി എന്നുള്ളത് ഹൈവാനാത്തിക്കിന്റെ മേൽ അറിയിക്കും പോലെ. പക്ഷെ എങ്കിലും വലാക്കിനെങ്കിലും ലൈസത്ത് ഈ ദലാലത്ത് അല്ല ബിവാസിത്തത്തി, ഒരു വാസിത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് ഇംകാൻ എന്നുള്ള ലഫ്ദിലുണ്ടാകുന്ന ഇത് ദലാലത്ത്. പിന്നെ ലൈസത്ത് ബിവാസിത്തത്തിൻ, അതായത് വാസിത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഏത് വാസിത്ത? അന്നൽ ലഫ്ദ, തീർച്ചയായിട്ടും ലഫ്ദ് എന്നുള്ളത് മൗദൂഉൽ ഇംകാനിലാമി. ചില കിതാബിൽ മൗദൂഉന്ന് കാണാം, അത് ശരിയല്ല, മൗദൂഉന്നാക്കണം. അന്നൽ ലഫ്ദ മൗദൂഉൽ ഇംകാനിലാമി, ലഫ്ദ് എന്നുള്ളത് ഒരു ഇംകാനുലാമിനിക്ക് വേണ്ടി എന്താണ് വെക്കപ്പെട്ടതാണ്. മനസ്സിലായില്ല? എന്ന വാസിത്തിന്റെ അടിസ്ഥാനത്തിലല്ല അറിയിക്കുന്നത്. കാരണം എന്താണ്? ഈ തളമ്മുനിയായ ദലാലത്ത് തഹഖുഖാവുന്ന കാരണത്തിന് വേണ്ടി. അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്ത് ഒരു ലഫ്ദിനെ വെച്ചിട്ടില്ല എന്ന് നമ്മൾ ഫർദ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് വെക്കാം? വെച്ചിട്ട്, അല്ലെങ്കിൽ ഇംകാൻ എന്ന ലഫ്ദ് ആയിക്കോട്ടെ. ഇംകാനി എന്നുള്ള ലഫ്ദിനെ ഇംകാനുലാമിന്റെ മേലില് ഇംകാനു ഖാസിന്റെ മേലില് വെച്ചിട്ടില്ല എന്ന് നമ്മൾ ഫർദ് ചെയ്തു. പിന്നെ എങ്ങനെ വെച്ചത്? വാസിയത്തിൽ അന്ന ലഫ്ദ മൗദൂഉൻ ലിംകാനി ഖാസ്. അതായത് ഇംകാനി എന്നുള്ള ലഫ്ദ് അത് പിന്നെ ഇംകാനുൽ ഖാസിനക്ക് വേണ്ടി വെക്കപ്പെട്ടതാണ് എന്ന വാസിയത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്കം ഇംകാനുൽ ഖാസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ ഇംകാനുൽ ഖാസ് യദ്ഖുലു ഫീഹി ഇംകാനുലാമു, ഇംകാനുലാം അതിൽ ദാഖിലാവുമല്ലോ. ഇംകാനുൽ ആമിൽ ഇംകാനുൽ ഖാസിലെ ദാഖിലാകുക, ഇംകാനുൽ ഖാസിൽ ഇംകാനുൽ ആം എന്ത് ചെയ്യും? ദാഖിലാവും. വലില്ലാഹിൽ ഹംദ് നാട്ട്. ഇനി ഒന്ന് പോയാൽ കുറച്ച് ദൂരെയാണ് പോകണം. അപ്പൊ സമയം വൈകണ്ട.